യോ എത്ര നേരെ ഞാൻ പറയണത് ചെരുപ്പ് കൊണ്ടുവരാൻ വേണ്ടിട്ട് വേഗം കൊണ്ടുവന്നങ്ങണ്ട്. എന്തൊരു കഷ്ടം നോക്ക്. എവിടെ നീയേ? ഇതേ വരുന്നേ. അതെ, ചെരുപ്പിലൊക്കെ ചളിയായിരുന്നു, അപ്പുറത്ത് അപ്പടി ചളിയാ. അപ്പൊ ഒന്ന് കഴുകാൻ നിന്നതാ. ഈ എന്തോരം പറയണത്? എന്റെ ചെരുപ്പ് ഇവിടെ നേരത്തെ ഞാൻ പോണത് എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ ഇവിടെ കൊണ്ടിടണം എനിക്ക് അറിഞ്ഞൂടെ? എല്ലാ കാര്യം അറിഞ്ഞിട്ടാണ് ഇപ്പൊ എന്റെ കാര്യം വെച്ച് ശ്രദ്ധിക്കാൻ നേരം തന്നെ ഇല്ലാതുകൊണ്ട്. നീ കാലത്ത് വന്ന ചായയല്ലേ കുടിച്ച് ക്ലാസ് അവിടെ ഇരിക്കുന്നത്? അതൊന്നും കൊണ്ടുപോകണം എനിക്ക് അറിയോ? എന്നെ ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ലല്ലോ നീ ഇപ്പോ. നിന്റെ കാര്യം നോക്കി നടക്കാൻ നീ ഇപ്പോ. നീ ഒക്കെ എന്ത് ആലോചിച്ചിട്ട് ഇരിക്കുന്നത്? എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര തലകറക്കും. എനിക്കണമെന്നുണ്ട്, എനിക്കാനേ പറ്റില്ല. തലയ്ക്കൊക്കെ ഒരു കെട്ടെടുത്ത് വെച്ച പോലെ ഉണ്ട്. തീരെ വയ്യ. ഞാൻ ഒന്ന് ഡോക്ടറെ അടുത്ത് പോകണം. നിങ്ങളോട് പറയാൻ പേടിച്ചിട്ടാണ് ഞാൻ പറയാണ്ടിരിക്കുന്നത്. തീരെ വയ്യ, അത് കാരണമാണ്. അല്ലാണ്ട് വേണം പറഞ്ഞിട്ട് മനഃപൂർവ്വം ഒക്കെ ഒന്നും ചെയ്യില്ലല്ലോ. ഇതുവരെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? എന്ത് പറഞ്ഞാലും 1000 കാരണങ്ങളാ. വയ്യെങ്കിലേ വല്ല ഹോസ്പിറ്റലിലേക്ക് പോണം. അത് ഞാൻ പറഞ്ഞിട്ട് പോകണമെന്നൊന്നുമില്ല, എനിക്ക് പൊക്കൂടെ? ഇതെല്ലാ കാര്യം ഞാൻ തന്നെ പറയണം. മനസ്സറിയാതെ തല പോഞ്ഞിരിക്കുന്ന സമയത്താണ് ഓരോ കാരണങ്ങളോടൊന്ന് പറയാൻ നിൽക്കുന്നത്. ഇപ്പൊ എന്തൊക്കെ നീ പറഞ്ഞു? ഇപ്പൊ ക്ലാസ് എടുത്ത് വെക്കാത്ത കാരണത്തിൽ വയ്യാത്ത കേസ് പറഞ്ഞില്ലേ? ഇതൊക്കെ നീ എപ്പോഴാ പഠിക്കുക? അതെ, ഞാൻ പോയിട്ട് വരുമ്പോഴേക്കേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെക്കി. ഇവിടെ കിടക്കണ കോലം കണ്ടില്ലേ? അതൊക്കെ ചെയ്യ്. ഞാൻ വന്നിട്ട് തന്നെ പറയണം. നീ ഞാനൊരു അർജന്റായിട്ട് പോയിട്ട് വരാം, വേറെ കാര്യമുണ്ട്. ഉമ്മ ഉമ്മർത്തേ ഇരിക്കുന്നുണ്ടല്ലോ. ആ, ഉമ്മ എന്തുമ്മ ഉമ്മർത്തന്നെ ഇരിക്കണേ? എന്ത് പറ്റിയ ഒരു വിഷമം പോലെ? വിഷമൊന്നുമില്ല മോനെ. എൻ്റെ ഉപ്പ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് പോയി. അത് കേട്ട് അങ്ങനെ ഇരുന്നു. ഇടയായിട്ട് എൻ്റെ ഉപ്പ എന്ത് പറഞ്ഞാലും കൊത്തി കൊത്തി വരിക. മനസ്സിനൊരു സമാധാനം ഇല്ല. അതൊന്നും കാര്യാക്കണ്ടമ്മ. ഉപ്പാന്റെ സ്വഭാവം ഉമ്മക്ക് അറിഞ്ഞൂടെ? ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയൊന്നുമില്ലല്ലോ. ഉമ്മ അത് കേട്ട് വിഷമിച്ചിരിക്കാണ്ട് ഉമ്മ എണീറ്റേ. അതന്നെ മോനെ വിഷമം. എൻ്റെ ഉപ്പ മാറുന്നില്ലല്ലോ. എന്ന് എത്ര കൊല്ലായി. അന്നത്തെ പോലെ തന്നെ ഇന്നും. എന്ന് മാറാനാ? ദേ ഇന്ന് കാലത്ത് ചെരുപ്പ് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞു. ചെരുപ്പാണെങ്കിൽ ഭയങ്കര ചേറ്. അപ്പുറത്ത് കൊണ്ട് കഴുകിയിട്ട് വരാൻ ഒത്തിരി നേരം എനിക്ക്. എന്തൊക്കെയോ ഉച്ചയിട്ടെന്നറിയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു സങ്കടമാകണമെന്ന് അറിയാം ഉമ്മാക്ക്. മാറേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഉമ്മ ഒന്നും കാര്യാക്കണ്ടമ്മ. ഞാൻ പറഞ്ഞില്ലേ, ഉപ്പാന്റെ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റില്ല. ഇതൊക്കെ എന്താ കാരണം എന്നറിയാമോ? എല്ലാ കാര്യവും ഉപ്പ പറയണത് ഉമ്മ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഉപ്പാക്ക് ഈ എളുപ്പം. എനിക്കറിയണത് തന്നെ ഉപ്പാനെ പറ്റിയിട്ട്. ഞാൻ പറയണമെങ്കിലേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉപ്പ പഠിക്കട്ടെ. ഞാനും എന്തായാലും ഇവിടെ ഇല്ലല്ലോ. ഉമ്മ കുറച്ച് ദിവസം പോയിട്ടേ ഉമ്മാൻ്റെ അവിടെ പോയി നിൽക്ക്. അപ്പോൾ ഉപ്പ താനേ പഠിച്ചോളൂ. ഞാൻ പറയണമെന്ന് കേൾക്കുമ്മ. ഉപ്പ താനേ റെഡി ആയിക്കോളുന്ന്. മോൻ എന്താ പറയണേ? ഞാൻ എവിടേക്ക് പോവാനാ? ഈ വയസ്സായ സമയത്ത് വയസ്സും പ്രായമൊക്കെ ആയിട്ടാണ് ഇനി ഞാൻ പോകുന്നത്. അതിൻ്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞു മോനെ. അതൊക്കെ ചെറുപ്പത്ത്. ഇപ്പോഴാണോ പോണത്? അതൊന്നും ശരിയാവില്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞു മാത്രം, അല്ലാണ്ടൊന്നും ഉപ്പ ശരിയാവില്ലമ്മ. ഉമ്മ ഈ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ടതാ. ഇപ്പോഴും സമയമൊന്നും ആയിട്ടില്ല. ഉമ്മക്കെ ചെയ്യാ. അല്ലാണ്ടൊന്നും ഉപ്പ പഠിക്കില്ലമ്മ. ഉമ്മ ഇല്ലാണ്ടായാലേ പഠിക്കുള്ളൂ. ശരി, ഉമ്മ എണീക്ക്. ബൈ. വിഷമിച്ചാൽ എന്താ കാര്യം? എവിടെ നീ? എത്ര നേരെ ഞാൻ ടേബിളിൽ മുന്നിൽ ഇരിക്കുന്നത്? വേഗം കൊണ്ടുപോകാങ്ങട്. മനുഷ്യൻ വിശന്നിട്ടിരിക്കുന്നു ഇവിടെ. ഇനി പ്ലേറ്റ് വേറെ ആരെങ്കിലും കൊണ്ടുവരുമോ? ഞാൻ ടേബിളിൽ വെച്ചിങ്ങനെ തിന്നാന്നിട്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് വൃത്തിയോടെ ചെയ്തിട്ടുണ്ടാ? മതി 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 മതി. എന്തിട്ട് ഭക്ഷണമാണ് ഇത് വെച്ചിരിക്കുന്നത്? വായിൽ വെക്കാൻ പറ്റിയ സാധനം ഉപ്പ് കൊണ്ട് വായിലിട്ടിട്ട്. നീ ഇവിടെ ഒന്നും അല്ലേ? വേറെ ഏതോ ലോകത്താണുള്ള ഓരോ ഫുഡുകൾ ഉണ്ടാക്കുന്നതൊക്കെ. ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന പോലെ. ഇത്ര കാലം ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് പുതിയ പുതിയ പഠിപ്പൊക്കെ പഠിച്ചിട്ട് വരുന്നേ. അല്ല,
നിങ്ങൾ എന്തിനാ ഇപ്പൊ തല്ലിയത്? ആ ദോശയും ആ കറി കൂട്ടിയിട്ടില്ല മോനിപ്പോ കഴിച്ചിട്ട് പോയത്. നിങ്ങളതിൽ ഉപ്പ് കൂടുതൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഇല്ലാണ്ട് എൻ്റെ മനുഷ്യൻ തല കറങ്ങിയിട്ട് വയ്യ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞാക്കോ, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോണ്ട്. അല്ലാണ്ട് ഓരോന്നും കാരണം ഉണ്ടാക്കിയിട്ട് ഓരോന്നും പിന്നെ ചാടി ചാടി കടിച്ചു കയറും പോലെ വന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നിട്ട് ദ്രോഹിക്കാൻ നിൽക്കണ്ട. കാലത്ത് വയ്യാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? എനിക്ക് പൊയ്ക്കൂടെ എന്ന് പറഞ്ഞു. ഈ തലകറക്കും തീരെ വയ്യാത്ത ആള് ഞാൻ എങ്ങനെ പോകാനാ? നിന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. തുപ്പ് കൂടി എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തതിനെ പിടിച്ചിട്ട് എന്നെ തല്ലില്ല. അപ്പൊ ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വെച്ചിട്ടല്ലേ നിങ്ങൾ ഓവറായിട്ട് കാണിക്കുന്നത്? അതെ, നാവ് ഉയർത്തി സംസാരിക്കുന്നു വേണ്ട. ചോദിക്കാനും പറയാനും ആളില്ലാവട്ടെ രണ്ടെണ്ണം തന്നത്. മനസ്സിലായില്ലേ? നീ ആരെ ചോദിക്കാനും പറയാനുള്ളത്? അങ്ങനെയുള്ള വലിയ ആൾക്കാരെ നീ കൊണ്ടുപോവാ. ചോദിക്കട്ടെ, അന്വേഷിച്ചിങ്ങോട്ട് വരട്ടെ ആരെങ്കിലും. നീ അപ്പുറത്ത് ഇപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ഓരോരോ കാര്യങ്ങൾ ഐഷ്ണി പറഞ്ഞു തരിക, ഭർത്താക്കന്മാരെ ഇങ്ങനെ ചീത്ത പറയാം അല്ലേ? ഇതാണ് നിന്നെ പഠിപ്പ് വെച്ചിട്ടുള്ളത്. അതെ, മയിലാടുന്ന കണ്ടിട്ട് കോഴി അടിക്കഴിഞ്ഞാലേ കോഴിയുടെ തല പോവും. ഇപ്പൊ ഒന്ന് കിട്ടിയത് പോരല്ല, ഇനി ഒന്നും കൂടെ കിട്ടണമല്ലോ എനിക്ക്. കിട്ടിക്കോട്ടെ, എനിക്ക് കിട്ടിയതിൽ ഒരു കുഴപ്പമില്ല. ഇനി അത് എന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനും വരില്ല. കല്യാണം ഇന്നലെ കഴിഞ്ഞൊന്നും അല്ലല്ലോ. കൊല്ലങ്ങൾ എന്തോരായി? 10-30 കൊല്ലം കഴിഞ്ഞില്ലേ നിങ്ങളെ സഹിക്കാൻ തുടങ്ങിയിട്ട്? കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ടുള്ള നിങ്ങളെ ഈ പെരുമാറ്റം ഇന്ന് മാറും നാളെ മാറും പണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഇനി മാറില്ല, മാറില്ല. എന്റെ സ്വഭാവം ഇത് കണ്ടിട്ട് തന്നെയല്ലേ കല്യാണം കഴിച്ചത്? എനിക്ക് അറിയണതല്ലേ? കഴിഞ്ഞ പിന്നെയല്ലേ അതൊക്കെ ശരിയാകും, അതൊക്കെ ശരിയാകും എന്ന് വീട്ടുകാരും പറയും. ഇവിടെ വന്നും എന്റെ മനസ്സുകൊണ്ട് ഞാൻ തന്നെ പറയും അതൊക്കെ ശരിയാകും ശരിയാകും. എവിടെ ശരിയാകണം? ഇപ്പോഴും ശരിയായിട്ടില്ല. ഇനി മാറും നിങ്ങളെ സ്വഭാവം. ഇപ്പൊ ദോശ ഉണ്ടാക്കിട്ട് കൊണ്ടുപോയി നല്ലത് കൂട്ടി. ക്ഷമിക്കണേനൊക്കെ ഒരുപാട് ഒരു ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ പറയണ പോലെ എല്ലാത്തിനും പേടിച്ച് 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 എന്നെ പേടിച്ചൊരു ഇതാക്കി വെച്ച് ഇനി അതിനെന്നെ കിട്ടും. കല്യാണം കഴിച്ചുകൊണ്ടുവന്നതേ നീ പറയണത് കേൾക്കാനല്ല. എല്ലാ പെണ്ണുങ്ങളെ പോലെ നല്ല പോലെ ഉടുത്തൊരുക്കി പോകുക, എന്തെന്റെ ആഗ്രഹമുണ്ട് അതൊക്കെ എന്റെ കൽവിൽ നിന്ന് ഒതുക്കി വെച്ചിരിക്കുക. നിങ്ങളോടൊന്നും കാണിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഈ ആട്ടും തുപ്പും അടിയും കുത്തും ഈ അടുക്കളയൊക്കെ പോകുകയും അല്ലാണ്ട് നിങ്ങൾ ഇന്നേ വരെ ഒരു പുറലോകം എന്നെ കാണിച്ചിട്ടില്ല. നിങ്ങൾ വലിയ എനിക്ക് അതിനും കൂടെ കൊണ്ടുപോവാ. എന്നിട്ട് തലയെ കയറി മുള കറക്കാൻ വേണ്ടിട്ടല്ലേ? നീ ഇപ്പൊ ദോശ ഉണ്ടാക്കിട്ടോ, കാലത്തഞ്ച് ദോശ കൊണ്ടുവന്ന് കോലം കണ്ടാക്കിയിരുന്നു. ഇനി ഞാൻ എങ്ങനെയാ ദോശ ഉണ്ടാക്കി തരിക? ദോശ ഉണ്ടാക്കി പ്ലാസ്റ്റിക് വെച്ച് കറി ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി അത് കൂട്ടി കഴിച്ചൂടെ? ഇതല്ലേ മോൻ കഴിച്ചിട്ട് പോയത്? ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലേ മനുഷ്യന്മാര് തിന്നില്ല. അത് അങ്ങനത്തെ ഫുഡാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്കറിയാം അവിടുത്തെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. വീട്ടിലത്തെ ടേസ്റ്റ് എങ്ങനെ, ഹോട്ടലിലെ ടേസ്റ്റ് എങ്ങനെ എനിക്കറിഞ്ഞൂടെ? അതുകൊണ്ടല്ലേ ഞാൻ പറയണത്. അതെ, നിങ്ങളെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഒരുക്കി തരുമ്പോൾ നിങ്ങൾക്ക് വായിക്കി പിടിക്കില്ലല്ലോ. താനെ വെച്ച് കഴിക്കുമ്പോ നീ ചിലക്കാട് പോയി 2 ദോശ ഉണ്ടായിട്ട് വന്നിട്ട് പോയിട്ട് കഴിക്കാൻ ചെല്ല്. പറഞ്ഞത് നമ്മള് കേൾക്കില്ല. തലക്ക് തല വർത്താനം പറഞ്ഞിരിക്കാൻ നമുക്ക് നാവാൻ നോക്കുന്നു. കണ്ണടിച്ചിട്ട് കണ്ണിന് പൊന്നീച്ച പോണ പോലെ അടിച്ചു. എന്തൊക്കെ ഈ മനുഷ്യർക്ക് ഞാൻ തെറ്റിച്ച് എൻ്റെ അടിമ പോലെ കടന്ന് കണ്ട പണിയും വീട്ടിൽ ഞാൻ ചെയ്തിട്ട് എന്തൊരു അടിയാ അടിച്ചത്. അടിക്കാൻ എങ്ങനെ മനസ്സ് വന്നെന്ന് വേണ്ടേ? ഇവരൊക്കെ എന്താ ചെയ്യണ്ടേ? പറഞ്ഞതൊക്കെ കേട്ട് എന്നെ ഒരു പേടി ഇതാക്കി വെച്ചിട്ട് ഇനി ഇങ്ങനെ നിന്നാ ശരിയാവില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട. എന്തായിരുന്നാ പോവുക മതി. എൻ്റെ മോനെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോട്ടെ.